മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണി ഉണ്ടെന്നത് ആശങ്ക മാത്രമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷണം. 135 വർഷം കാലവർഷത്തെ അണക്കെട്ട് മറികടന്നതാണെന്ന് കോടതി പറഞ്ഞു. അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ 3-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ധനസുമോദ്, ഡൽഹിയിൽ നിന്ന് ധനസുമോദ്, എന്താണ് കോടതി ഇക്കാര്യത്തിൽ വരുത്തുന്ന വ്യക്തത? ജോസഫിന്റെ ഹർജി പരിഗണിച്ചപ്പോഴാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയത്. 135 മൺസൂൺ കാലം അതിജീവിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. മാത്രമല്ല, ഇത് കുറെ കാലങ്ങളായി കേൾക്കുന്നതാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടെന്നുള്ളത്. കാര്യം ഹൃഷികേശ് റോയ് നേരത്തെ കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു. അദ്ദേഹം നിരന്തരം ഇക്കാര്യത്തിൽ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി തന്നെ ഇതിന്റെ കാര്യത്തിലൊരു ആശങ്ക ഉയർന്നു കേൾക്കുന്നതാണ്. അതുപോലുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇതെന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വാക്കാൽ പരാമർശിച്ചത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പല ഹർജികൾ പല കോടതികളിലായിട്ടുണ്ട്. ഇതൊരു 3-അംഗ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ കേൾക്കുന്നത്. മാത്രമല്ല, തമിഴ്നാടിന് എതിരെ കേരളം സമർപ്പിച്ചിരിക്കുന്ന ഹർജി 3-അംഗ ബെഞ്ചിലേക്കാണ് നൽകിയിരിക്കുന്നത് കേൾക്കാനായിട്ട്. ആ ബെഞ്ചിന്റെ ഒപ്പം തന്നെ ഈ ഹർജി കൂടി മാറ്റിയിരിക്കുകയാണ്. ഇതുകൂടാതെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ മാത്യു നെടുമ്പാറ നൽകിയിരിക്കുന്ന ഹർജിയുണ്ട്. അതും സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി തന്നെയാണ്. അതുകൂടി ഈ ബെഞ്ചിന്റെ അധീനതയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം ആ ബെഞ്ച്, 3-അംഗ ബെഞ്ച് എപ്പോഴാണ് തീരുമാനിക്കുന്നത്, ആ സമയത്തേക്കായിരിക്കും മാറ്റുന്നത്. ഇപ്പോഴും പാസീവായിട്ടുള്ള ഒരു വാക്കാൽ പരാമർശം മാത്രമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി.